ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ 5D മെസ്സേജസ്, നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാരണം നമുക്ക് കുറേ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജസ് തരാറുണ്ട്. പക്ഷെ നമുക്ക് തരുന്ന മെസ്സേജസ് ആണോ, അത് കറക്റ്റ് ആണോ അതോ തെറ്റാണോ നമുക്ക് വിശ്വസിക്കാൻ, ബിലീവ് ചെയ്യാൻ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എന്ത് മെസ്സേജസ് ആണ് യൂണിവേഴ്സ് തരുന്നത് എന്ന്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്. ഈ ഒരു ചാനൽ മെയിൻലി സ്പിരിച്വൽ ഹീലിങ്സ്, അതുപോലെ നിങ്ങൾക്ക് കോച്ചിങ് അല്ലെങ്കിൽ ഇന്നോ വർക്ക്സ്, നിങ്ങൾ എങ്ങനെ തരത്തിൽ നിങ്ങൾ ഏത് ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ കുറേ ഇന്നോ വർക്ക്സും എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ബിക്കോസ് ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോകുന്ന പേഴ്സണാണ് ഞാനും. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ കുറേ ഇൻസൈറ്റ്സും എക്സ്പീരിയൻസസും ഒക്കെയാണ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കത് ഗൈഡൻസസ് എന്താ പറയുക ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ ഓക്കെ നമുക്ക് റീഡ് ചെയ്യാം. ബേസിക്കലി ഞാനൊരു MBBS ഡോക്ടർ മീൻസ് പഠിക്കുന്നത് കൊണ്ടും സൈക്കോളജി സെക്ഷൻസൊക്കെ കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കും ഹീൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മെഡിസിൻസ് വഴിയല്ല, പ്യുവർ ഹോളിസ്റ്റിക് രീതിയിൽ മെഡിറ്റേഷൻസ് വഴി അല്ലെങ്കിൽ ഹീലിംഗ് വഴി, ഡിസ്റ്റൻറ്റ് ഹീലിങ്ങും ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ലൈക്ക് അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും എനർജീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വഴി ചെയ്യാം. നിങ്ങൾ പെറ്റ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖമായിട്ട് ആക്സിഡൻ്റായിട്ട് കിടന്നു ബെഡ് റിട്ടേണൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഹീലിങ്സ് കൊടുത്ത് നമുക്ക് എനർജീസ് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബുക്ക്ഡാണ്. 2 പേര് ഇപ്പോൾ കറൻ്റ്ലി ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കും ബുക്ക്ഡാണ്. ഇനി വേണ്ടവർക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്സ് കിട്ടും. കാരണം 7 days കണ്ടിന്യൂസ് കോൺസിക്യൂട്ടീവ് 7 days ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുക. അപ്പോൾ കാർമിക് ക്ലിയറൻസസ് ഉണ്ടെങ്കിൽ കാർമിക് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹീലിങ്സും ചെയ്യും. ഇന്നോ ചൈൽഡ് ഹീലിംഗ് ഉണ്ടെങ്കിൽ ഇന്നോ ചൈൽഡ് ഹീലിങ്സും ചെയ്ത് കൊടുക്കാറുണ്ട്. 7 ചക്ര ഹീലിംഗ്, എന്ത് ഹീലിങ്സ് ആണോ. ബ്ലാക്ക് മാജിക് എനർജീസ് ആണ് കൂടുതൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലായി നിൽക്കുന്നത്. അപ്പോൾ ആ എനർജീസ് വരുമ്പോൾ നമ്മുടെ ലൈഫിലും സ്റ്റക്ക് എനർജീസ് ക്രിയേറ്റ് ചെയ്യും. സോ ബെറ്റർ എനർജീസ് ക്ലെൻസ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് റീഡ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെസ്സേജസ് ആണ് യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ. എന്താണ് ഹയർ സെൽഫ് നിങ്ങളുടെ 5Dക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ്. കിങ് ഓഫ് കപ്സ് ആണ്. ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള പേഴ്സണെ മാത്രം ചൂസ് ചെയ്യുക. ഭയങ്കര മെച്ചുവേർഡായിട്ടും സ്റ്റേബിളായിട്ടും ബാലൻസ്ഡ്, അല്ലെങ്കിൽ കുറച്ച് ഏജിന് ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവരെ കയ്യിലൊരു കപ്പുണ്ട്. നിങ്ങളോട് മാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മൈൻഡുള്ള പേഴ്സണാണ്. അവർ നോക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക്കാണ്. കാരണം അവർക്ക് കൂടുതൽ കരിയർ ഫിനാൻസ് പ്ലാനിങ് ആണ്. നോട്ട് ഓൺ വിമൻസ് അങ്ങനെ പറയില്ലേ. അവരുടെ ലൈഫിൽ ഇനിയും കൂടുതൽ കാപ്പബിൾ ആക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സ് കൊണ്ടുവരിക. കിങ് ഓഫ് കപ്സ് ആയിരിക്കും. വാട്ടർ സയൻസ് ആവാം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആയിരിക്കാം. ഈ കപ്പിൽ വെള്ളമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് അവർക്ക് ഇമോഷൻസ് ആണ്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. യെസ്, 5D മെസ്സേജസ് ആണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി കാർഡ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഹൈ പ്രീസ്റ്റസ് എനർജി എന്താണ് എപ്പോഴും പറയുന്നത്? ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട്. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. ആ ഒരു എനർജിയെ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും വെളിച്ചം കാണാൻ സാധിക്കും. നമ്മൾ പെട്ടെന്ന് ഈ ഒരു സമയത്ത് കാർമിക്കിൻ്റെ സമയം കൊണ്ട് വരുന്ന മിക്ക ആൾക്കാരും കാർമിക് സോൾമേറ്റ്സ് ആയിരിക്കും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. ഓക്കെ, ഒരു ഹണി ട്രാപ്പ് പോലെ ആയിരിക്കും. ഇപ്പോൾ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ അത്യാവശ്യം വരുന്നുണ്ട്. ആദ്യം ഒരു ഭയങ്കര രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ബ്ലാക്ക് മെയിലിങ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസസ് ഇപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പ് ചാടിക്കയറി നിങ്ങൾ പോകരുത്. ആദ്യം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും എന്താ പറയുക, നിങ്ങളെല്ലാ രീതിയിലും നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്തിട്ട് പോയതാണോ. ലൈക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പായി ഉടനെ തന്നെ ബ്രേക്കപ്പായ പെയിൻ മാറാൻ വേണ്ടി അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ കുറേ ട്രോമ അല്ലെങ്കിൽ മുറിവുകൾ കൊണ്ടാണ് നിങ്ങൾ അടുത്ത റിലേഷൻഷിപ്പിൽ പോവുക. അപ്പോൾ അത് സക്സസ് ആവില്ല. പകരം നിങ്ങളത് ഹീൽ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പാസ്റ്റ് വൂണ്ട് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ എത്ര ഫ്രഷ് ആയിട്ട് എത്ര ഭംഗിയിൽ ഒരുങ്ങിയാലും നമ്മുടെ ഉള്ളിൽ കുറേ ചീഞ്ഞ് നാറുന്ന കുറേ പാസ്റ്റ് വൂണ്ടുകൾ ഉണ്ടായിരിക്കും. അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ പാരൻസിൻ്റെന്നോ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വിഷമിക്കുന്നതായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിരിക്കും. എൻ്റെ അടുത്ത് ഹീലിങ്സിനൊക്കെ വരുമ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ അവർ എല്ലാ രീതിയിലും ഫ്രഷ് ആണെന്ന് തോന്നും. പക്ഷേ ഉള്ളിനുള്ളിൽ അത്രയും പഴകിയതായിട്ടുള്ള കുറേ ഓർമ്മകൾ, മുറിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് അത് കംപ്ലീറ്റ്ലി നമ്മൾ സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്ത് കളയുക.
അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തും റിലേഷൻഷിപ്പും കരിയറും എല്ലാത്തിലേക്കും അതിൻ്റെ ആ ഒരു ദുർഗന്ധം വഹിക്കും. ഓക്കെ, അത് നമ്മൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ എനർജി പാസ് ചെയ്ത് പോകും. ഓക്കെ, കാരണം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്കുള്ള വൂൺസ് ഉള്ള പോലത്തെ ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ആ സോൾ ട്രൈബ്സ് വരെ. സ്റ്റാർ കാർഡാണ്, എവേക്കണിങ്ങിലാണ്. അപ്പോൾ ഇതിൽ കാണുന്ന കുറച്ച് പേരൊക്കെ എന്താണ്, എവേക്കണിങ്ങിലൂടെ കടന്നു പോവുകയാണ്. എവേക്കണിങ്ങും ട്വിൻ ഫ്ലെയിമും ഒന്നല്ല. എവേക്കണിങ് ചിലപ്പോൾ എവേക്കണിങ്ങിലൂടെ കടന്നു പോകാം, നിങ്ങളുടെ ഒരു ഒതൻറ്റിക് സെൽഫ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നതിന് ശേഷം നിങ്ങൾക്ക് സോൾ പർപ്പസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ലാസ്റ്റ് ബർത്ത് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം ആയിട്ട് വരുന്നതും ആ ഒരു കർമ്മ ഹീൽ ചെയ്യുന്നതും സോൾ പർപ്പസ് വലിയ സോൾ പർപ്പസ് ചെയ്ത് പോകുന്നതും. പക്ഷേ ഇപ്പോൾ കുറേ പേർക്ക് സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതരുത്. നിങ്ങൾ പോയി അട്രാക്ട് ചെയ്യുന്ന കാർമിക് വൂൺസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കും, മിറർ സോൾസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. കിങ് ഓഫ് വാൻസ് ആണ്. ഇപ്പോഴും നിങ്ങൾ കുറേ പേരും എന്താണ് 5D മെസ്സേജസ് ആണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് കാര്യങ്ങളിൽ പാസ്റ്റിൽ ആക്ഷൻ എടുത്തതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ചിരിക്കുകയാണ്. കിങ് ഓഫ് വാൻസ് എപ്പോഴും എവിടെയാണ് നോക്കുന്നത്, ആളവിടെ പാസ്റ്റിലേക്ക് നോക്കുന്നത്. ഒരു പല്ലി വരുന്നുണ്ട്, ഈ പല്ലി ഒരു കറുപ്പ് നിറമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പാസ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ വന്നു പോകുന്നത് ഇങ്ങനെ കാണുന്നുണ്ടോ, ഇങ്ങനെ ഇതിൽ അവെയർനെസ് ഉണ്ടോ? ഇല്ല, കാണുന്നില്ല. ആൾ അവിടെയാണ്. പ്രസൻറ്റിലാണെങ്കിലും ചിന്തകൾ പാസ്റ്റിലാണ് കുറേ പേര്, അല്ലെങ്കിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഈ രണ്ടിലും പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്ന ആൾക്കാരും വരുന്ന ആൾക്കാരും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. 3 ഓഫ് കപ്സ്, ഡെത്ത് കാർഡ് കേട്ടോ. സത്യത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തതായിരുന്നു, പക്ഷേ ആ ഒരു വീഡിയോ എന്തോ കട്ടായി പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നോക്കി അത് വേണ്ട. ഓൾറെഡി വീഡിയോ എടുത്തതായിരുന്നു മോർണിംഗ്. പിന്നെ ഇവിടെ വൈഫൈ ഒക്കെ പോയി, കറണ്ടൊക്കെ പോയി. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനൊരു എറർ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി അത് വേണ്ട, പുതിയൊരു വീഡിയോ എടുക്കുക. ചെയ്യാൻ ഞാൻ എടുത്തതാണ് ഈ ഒരു ടോപ്പിക്ക്. 5D മെസ്സേജസ് ആണ്. അപ്പോൾ നോക്കൂ, വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് എന്താ വെച്ചാൽ കർമ്മയാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ റീഡിങ് ചെയ്യാം. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ലൈഫിൽ വരുന്നത്. മിക്കവരുടെ ലൈഫും സ്റ്റാർട്ട് ചെയ്യുന്ന ആഫ്റ്റർ 30s ആണ്. പക്ഷെ അതിന് മുന്നേ കുറേ ചെറിയ മാരേജിലൊക്കെ കൊണ്ട് പെട്ടിട്ടും നമുക്ക് റൈറ്റ് പാർട്ട്ണർ ആയിരിക്കില്ല. മിക്ക ആൾക്കാരും പോകുന്നതും കൂടെയുള്ളവർ റൈറ്റ് പാർട്ട്നേഴ്സ് ആയിരിക്കില്ല. ഫാമിലി പ്രഷർ കൊണ്ടോ സൊസൈറ്റി നോംസ് കൊണ്ടോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ളത് കൊണ്ട് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമ്പത്തും പൈസയും കിട്ടും. അപ്പോൾ അത് ഓക്കെ ആവുമെന്ന് കരുതി പോകുന്നതായിരിക്കും. പക്ഷേ അതൊന്നും നിങ്ങളെ കൂടെ വരുന്ന ആൾക്കാർ റൈറ്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും, മിക്കതും കാർമിക്സ് ആയിരിക്കും. ശരിക്കും ഒരു 35-35 ശേഷമൊക്കെ ആയിരിക്കും നമുക്ക് റൈറ്റ് പാർട്ട്ണർ ലൈഫിലേക്ക് കടന്നു വരും. അതാണ് കുറേ പേരൊക്കെ എക്സ്ട്രാ മെൻ്റൽ അഫെയർസിലൊക്കെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചോയ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം. പാരൻസിൻ്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തെറ്റായിട്ട് എടുത്ത ഡിസിഷൻസ് ആയിരിക്കാം. ലവ് മാരേജ് ആയിട്ട് പോയിട്ട് പിന്നെ അവരുടെ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലായോ. അപ്പോൾ റൈറ്റ് പാർട്ട്ണർ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരിക. നമ്മൾ നന്നായി ഹീൽ ചെയ്യുക, സെൽഫ് ലവ്, ഹാർട്ട് ചക്ര ഹീലൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് പാർട്ട്ണർ വരും. മനസ്സിലായോ. കാരണം ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ലൈഫിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വത്ത് കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പൈസ പെട്ടെന്ന് കിട്ടാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു വഴിയില്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് പെൻറ്റഗ്രാം കൊണ്ടുവരും. പെൻറ്റഗ്രാമാണ്, ഫിനാൻസാണ്, പൈസ, കരിയർ, സക്സസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി എപ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വെക്കണം. ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ ഇരിക്കണം. നിങ്ങളുടെ ഡാർക്കർ സൈഡ്സും നിങ്ങളുടെ മോശം സൈഡ് മേ ബി ഒരു പേഴ്സൺ ലൈഫിലേക്ക് വരുമ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ സെൽഫ് ലവ് ഇല്ല, നിങ്ങളുടെ ഡാർക്കർ സൈഡ് കാണിച്ചു തരും. എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുറവുണ്ട്, എനിക്ക് എന്നെ സ്നേഹിക്കാത്തതിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്തൊരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യാൻ സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. കുറേ പേർക്ക് സ്റ്റാർ അവേക്കനിങ്ങിലൂടെ കടന്നു പോകാൻ 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കോൺഷ്യസ് മൈൻഡിൻ്റെ ബാലൻസ് ആണ് കാണിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്ത് അച്ചീവ് ചെയ്യാനുള്ള പറ്റും. ഈസി ആയിട്ട് അധികം എഫേർട്ട് ഇടാതെ തന്നെ എത്ര ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് ആണെന്നറിയോ അവരുടെ ലൈഫൊക്കെ സക്സസ് ആയിട്ട് എത്ര വലിയ വീടും കാറൊക്കെ എങ്ങനെയാണ് അവർ എടുക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ആദ്യം വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടി വരും, വിഷ്വലൈസേഷൻ ചെയ്യേണ്ടി വരും, അഫോർമേഷൻസ് പറയുക. നിങ്ങൾ ആ അഫോർമേഷൻസ് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരിക്കലും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ഞാൻ പറയില്ല കേട്ടോ, കാരണം അത് റൈറ്റ് പാർട്ട്ണർ ആവണം എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ,
അഗൈൻ കിങ് ഓഫ് വാൻസിൻ്റെ പാസ്റ്റിലേക്ക് കുറേ നിൽക്കുന്നത് ഒന്ന് കളയുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് കുറച്ചധികം കർമ്മ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കർമ്മങ്ങൾ ഉണ്ടായിരിക്കാം, മോശം കർമ്മങ്ങൾ ഉണ്ടായിരിക്കാം. 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ഹയർ സെൽസ് പറയുന്നത് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യും. ലൈഫിൽ ഭയങ്കര സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സേഷന് വേണ്ടി സമയം എടുക്കും. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോണൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് അധികം നേരം കിടന്ന് ഉറങ്ങും. ഇപ്പോൾ എന്തോ ഒരു സ്ലീപ്പിൻ്റെ ഒരു മത്സരത്തിൽ 9 ലക്ഷം രൂപ വിന്നർ ചെയ്തൊരു കുട്ടീനൊക്കെ കണ്ടു അല്ലേ? അതിന് മത്സരങ്ങളുണ്ട്. റിലാക്സേഷൻ ആവശ്യമാണ്. റിലാക്സ് ചെയ്യുന്ന അനുസരിച്ച് ലൈഫിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന എനർജീസൊക്കെ റിലീസ് ചെയ്ത് പോകും. അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഓരോ ദിവസം സൺഡേസ് സെലിബ്രേറ്റ് ചെയ്യും. ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ റൂമിൽ ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുക ആൻഡ് വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ഡ്രീംസ്. അതൊക്കെ നിങ്ങളെ നല്ല വൈബ്രേഷനിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്, വേൾഡ് കൊണ്ട്. ഡെത്ത് എന്താ പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ. ഡെത്ത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. മരണം അതിപ്പോൾ ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഫേമസ് ആണെങ്കിലും ഇനി ഒരു ഫേമസും അല്ലാത്തൊരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോലും മരണം അവരുടെ കൊണ്ടുപോകും. ചേഞ്ച് ആ ഒരു ഇത് പെർമനൻ്റ് ആണ്. അപ്പോൾ ലൈഫിലും നിങ്ങൾക്കും ഡെത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഡെത്തിൻ്റെ ന്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലും പറയുന്നത് ട്രാൻസ്ഫോർമേഷൻസ് ഒരു നമുക്ക് നിർബന്ധിതമായിട്ടുള്ള ചേഞ്ചാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. കാരണം നിങ്ങളെ പുഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ഒരു അവേക്കണിങ്ങിലൂടെ. ഈ അവേക്കണിങ് നല്ലൊരു ഇതിലേക്കാണ് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 5D സെൽഫ് പറയുന്നത് നിങ്ങൾ ചേഞ്ച് വരുമ്പോൾ നിങ്ങളതിനെ പിടിച്ച് ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ. ഈ നാച്ചുറൽ ഫ്ലോൻ്റെ കൂടെ ഇങ്ങനെ പോവുക. അപ്പോൾ നിങ്ങളുടെ ലൈഫും അതിൽ പുതിയ ആൾക്കാർ വരും, പഴയ ആൾക്കാർ പോകും, കുറേ ചേഞ്ചസ് വരും, കുറേ ലെസൺസ് പഠിക്കും. ആ പാഠങ്ങളെടുത്ത് നെക്സ്റ്റ് ഫേസിലേക്ക് പോകും. ഇങ്ങനെയാണ് ഫ്ലോ. ഈ വെള്ളം ഒഴുകുന്ന പോലെ ആ ഒരു ഫ്ലോ, നമ്മൾ ആ വെള്ളത്തിലൊരു കുപ്പി വീഴുന്ന കുപ്പിക്കിങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്ന പോലെ പോവുക. ലൈഫ് എന്താണോ തരുന്നത് കൈ നീട്ടി സ്വീകരിക്കുക, താങ്ക് യു പറയുക, നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ 5D മെസ്സേജസ് എന്താ പറയുന്നത്? 3 17 ഉണ്ട്, 10 ഉണ്ട്, 111 ഉണ്ട്, 3 8 8 3 നമ്പേഴ്സൊക്കെ കാണുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതും 13 ആണ്. 4 സ്റ്റെബിലിറ്റി 21. ഇപ്പോൾ ലൈഫിൽ നിങ്ങൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ പാഠങ്ങൾ നിങ്ങൾക്ക് നാളേക്ക് വേണ്ടിയിട്ടാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കും വേണ്ട, പേടിക്കും വേണ്ട. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി എന്ന് കരുതിയിട്ട് ബ്രേക്കായി എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് തിരിച്ചറിവ് വരിക ചെയ്യുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി. ആർക്കും വേണ്ടിയും താഴ്ന്ന് നിങ്ങളുടെ ലോ എനർജിയിലേക്ക് പോകരുത്. നിങ്ങൾ എപ്പോഴും ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക. നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളോട് വേണ്ട ആൾക്കാർ അവർ വൈബ്രേഷൻസും ഉയർത്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. അതാണ് നല്ല കണക്ഷൻസ്. അല്ലാതെ അവർ ഉയരാതെ ചുമ്മാ നിങ്ങൾ ഡൗൺ ആക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സെലിബ്രേഷൻ്റെ സമയം വരുന്നുണ്ട്. അപ്പോൾ നവരാത്രിക്കൊക്കെ ഡാൻസൊക്കെ ചെയ്യാനും കുറച്ച് എൻജോയ്മെൻറ്റ് സമയമാണ്. അതുപോലെ ദീപാവലി എന്ന് പറയുന്നത് എന്താ, ഇരുട്ടിനെ കളഞ്ഞ് വെളിച്ചം കൊണ്ടുവരികയാണ്. അതാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിലും വേണ്ടത്. അതൊക്കെ കൊണ്ടുവരിക. ആൻഡ് കർമ്മ ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കർമ്മ ക്ലിയറൻസിൻ്റെ കൊല്ലാണെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് പേർക്ക് ബ്ലാക്ക് എനർജീസിൻ്റെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് മാജിക് എനർജീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോ കറുത്തിട്ടുള്ള സാധനം കടന്നു വരുന്നതും അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ എനർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷ്ണുമായ അങ്ങനത്തെ ഒക്കെ ചാത്തന അതൊക്കെ ശരിക്കും ആ നല്ലൊരു ബ്ലാക്ക് എനർജിയാണത്. കൈൻഡ് ഓഫ് വിച്ചി എനർജിയാണ്. ഞാൻ ഒരിക്കലും അത് ഫോളോ ചെയ്യാറില്ല. കാരണം ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒട്ടും വിട്ടുപോകില്ല. നമ്മളവരെ ഫോളോ ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ അവർ കൊട്ടു തന്നുകൊണ്ടിരിക്കും. അതൊരു കൈൻഡ് ഓഫ് ഒരു വേറെ എനർജിയാണ്. നമ്മൾ യൂണിവേഴ്സ് നല്ല എനർജി ഫോളോ ചെയ്യുക. ഒരു ട്രാപ്പിലും പോയി പെടാതിരിക്കുക. ഓക്കെ, നമ്മുടെ വൈബ്രേഷൻസ് ഉയർത്തി കഴിഞ്ഞാൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആവാൻ സാധിക്കും. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഒരു പുതിയ തുടക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറേ വിഷൻസ് വരും. ഈ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പാതയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴാണ് ഫെയിലിയർ ആവുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പഠിക്കുന്ന പാഠം ഇതെനിക്ക് ആപ്റ്റാണ്, പാഠത്തിലേക്ക് നോക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫെയിലിയർ വളരെ നല്ലത്. ഫെയിലിയർ ഇസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് കപ്സ് എനർജി, പേജ് എനർജി മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു മെച്യൂർ എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളും അങ്ങനത്തെ മെച്യൂരിറ്റി എനർജിയിലേക്ക് വരിക. ചുമ്മാ അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊന്നും ജസ്റ്റ് സോഷ്യൽ ബട്ടർഫ്ലൈ പോലെ പോകാതിരിക്കുക. നിങ്ങളുടെ എനർജി ആർക്കും വേണ്ടി കൊടുക്കാതിരിക്കുക. എനർജി കീപ്പ് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആവുക. നിങ്ങൾ സ്വയം എൻജോയ് ചെയ്യുക.
ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, എൻജോയ്മെൻറ്റിൻ്റെ സമയം വരുന്നുണ്ട്, ഡാൻസ് ചെയ്യാനും ഫ്രൂട്ട്ഷൻ, കാരണം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റേഷൻ ആവാനും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചിയേഴ്സ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിൻ്റെ സമയം വരുന്നുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യുക, മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യുക. ഒന്ന് ഭയങ്കര ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വാട്ടർ സൈഡിലൊക്കെ പോയി ഒന്ന് ക്ലെൻസ് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് ഓളിടാൻ പറ്റുന്നത് വളരെ നല്ല. ഓളിടുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്രയിൽ നിന്ന് ആ പെയിൻ എടുത്ത് നമ്മുടെ വായിലൂടെ വരണം, അങ്ങനെ വേണം ഓളിടേണ്ടത്. അപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഇവിടെ അതിരപ്പള്ളി വെച്ചിട്ടൊരു റിട്രീറ്റ് ഉണ്ടായിരുന്നു, മെഡിറ്റേഷൻ റിട്രീറ്റിൽ. അവിടെ പോയപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രാക്ടീസസ് ഞാൻ ചെയ്തത് 2 days മിറാക്കിൾ മെഡിറ്റേഷനിൽ. നല്ല രസമായിരുന്നു. ഇങ്ങനെ ഓളിഡൊക്കെ ചെയ്ത് ഭയങ്കര നമ്മുടെ ഉള്ളിലത്തെ ആ ടെൻഷൻസൊക്കെ റിലീസ് ചെയ്ത് കൊണ്ട് ഭയങ്കര എനർജി ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നത്. സോ സിമ്പിളാണ്. നമ്മളെ അറിയുക, നമ്മളുടെ കഴിവുകൾ നമ്മൾ തന്നെ പുഷ് ചെയ്യുക. അവർ വരട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ വന്ന് പുഷ് ചെയ്യുക ഉദ്ദേശിക്കുന്ന അവരൊന്ന് സപ്പോർട്ട് ചെയ്യണത് എന്തിനാണ്? നമുക്ക് 2 കൈയില്ലേ, നമ്മൾ തന്നെ നമ്മൾ പുഷ് ചെയ്ത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഒരാൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യും വേണ്ട എന്ന് കരുതി അവരെ നെഗ്ലക്റ്റ് ചെയ്യാനോ സെൽഫിഷ് ആവാനോ അല്ല. സെൽഫ് ലവ് ഈസ് ദ മസ്റ്റ്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ആൻഡ് ഇംപ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഫിറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. ഓക്കെ, എപ്പോഴും ഹൈ പ്രീസ്റ്റസ് എനർജിയിലിരിക്കാം. കണ്ടോ, ഭയങ്കര ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. ബി ആൻഡ് ജെ, യിൻ യാൻ ആണ് പറയുന്നത്. ഫെമിനിൻ മാസ്കുലിൻ എപ്പോഴും ബാലൻസ് ചെയ്തിരിക്കുക. എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ വീക്ക്നെസ് എപ്പോഴും കാണുക. എപ്പോഴും ഈ കാർഡ് വരുന്നുണ്ട് കേട്ടോ. കണ്ട, ചന്ദ്രൻ പോലും അവളുടെ കാലിൻ്റെ തടയിലാണ് നിൽക്കുന്നത്. കാലിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ അത്രയും ചന്ദ്രൻ എവിടെ നിൽക്കുക, ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ അവളുടെ കാലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രന് അത്രയും അവൾ അതിനേക്കാളും പവർഫുൾ ലേഡിയാണ്. ഇപ്പം നമ്മുടെ നവരാത്രി 6th day ആണല്ലേ, കാർത്യാനി ദേവി എനർജി, ഗോഡസ് എനർജി. അപ്പോൾ ഗോഡസ് എനർജി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. മാസ്കുലിൻസ് ആണെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ സൈഡ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുക. ഫെമിനിൻസിനെയും അതൊന്നുകൂടി കൂടെ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, ഡെത്ത് കാണിക്കുന്നതിന് ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, റീബർത്ത്, ലെറ്റ് ഗോ, വേണ്ടാത്ത കാര്യം ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക. ആൻഡ് എന്താ പറയുക, നിങ്ങൾ തന്നെ നിങ്ങൾ റേസ് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് നിങ്ങളുടെ 5D മെസ്സേജസ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിൽ വരുന്നുണ്ടായിരിക്കും. ചില റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇത് വേണ്ട, ഇത് നല്ലതല്ലാതെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ കേൾക്കില്ല. പക്ഷെ ഇത് കേൾക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. പിന്നെ ബ്ലാക്ക് മാജിക് എനർജീസ് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ടോർമാലിൻ ഇങ്ങനത്തെയൊക്കെ ബ്രേസ്ലെറ്റ്സ് ഇടുന്നത് നല്ലതാണ്. ക്ലെൻസ് ചെയ്തിട്ട് ഇടണം, എപ്പോഴും എനർജൈസ് ചെയ്തിട്ട് ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഇവളൈൻ്റെ ബ്രേസ്ലെറ്റ്സോ ചെയിനൊക്കെ വാങ്ങിയിടുക. ബ്ലാക്ക് ടോർമാലിനൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ വാങ്ങിയിടുക. നിങ്ങളുടെ എനർജി എപ്പോഴും ക്ലെൻസ് ചെയ്യുക, ഓറ ക്ലെൻസ് ചെയ്യുക. ഓക്കെ, സോ ഡിസ്റ്റൻറ്റ് ഹീലിങ്ങോ ടാരോ റീഡിങ്ങോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പെയ്ഡ് ആയിരിക്കും കേട്ടോ, ഫ്രീ റീഡിങ് ആയിരിക്കില്ല. കാരണം അവിടെ എനർജി അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് വാങ്ങണമെന്ന് നിർബന്ധമാണ്. ഓക്കെ, ടാരോ കോഴ്സ് നടക്കുന്നുണ്ട്, നവരാത്രിക്കാണ്. നല്ല രീതിയിൽ സ്പിരിച്വൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ 5D സെൽഫ്. നിങ്ങളുടെ 5D സെൽഫ് നിങ്ങൾ അറിയണ്ടേ. നമ്മളെപ്പോഴും പാർട്ട്ണറിൻ്റെ 5D സെൽഫ് അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഫീലിങ്സ് നമ്മളെ ആദ്യം ടേക്ക് കെയർ ചെയ്യണം അല്ലേ, എന്നാലും പാർട്ട്ണറെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കിങ് ഓഫ് വാൻസ് ആണ് ഇതിൽ കാണുന്ന. സോഡിയാക് സൈൻസ് ഞാൻ പറഞ്ഞുതരാം. പെൻറ്റക്കിൾസ് ഉണ്ട്, വാൻസ് ഉണ്ട്, കപ്സ് ഉണ്ട്. വാട്ടർ സൈൻസ് ഉണ്ട്, ഫയർ സൈൻസ് ഉണ്ട്, പെൻറ്റക്കിൾസ് എർത്ത് എനർജി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആൻഡ് ഫയർ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ 3 എനർജീസാണ് കാണുന്നത് കേട്ടോ. കപ്സ് എനർജി കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത്. സോ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.